കുട്ടികളുടെ പരിപാടി നടക്കുന്നതിനിടെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് തകർന്നു വീണു. കടവന്ത്ര ഗിരിനഗർ കമ്മ്യൂണിറ്റി ഹാളിലെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് ആണ് തകർന്നു വീണത്. 4 കുട്ടികൾക്ക് പരിക്കേറ്റു. ഡാൻസ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരുന്നത് രാവിലെ തൊട്ട് 12,000 കുട്ടികളുണ്ടായിരുന്നു. ACB എന്ന് പറഞ്ഞൊരു ഡാൻസ് കോമ്പറ്റീഷൻ ആയിരുന്നു. ആ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ വൈകിട്ട് ഒരു രാത്രി 9 മണിയായിട്ടുണ്ടാവും ഈ സീലിംഗ് ഇടിഞ്ഞ് വീഴുണ്ടാവും. കുട്ടികൾ അടുത്ത ഡാൻസിൽ കയറാനുള്ള കുട്ടികളടക്കം ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. 4 കുട്ടികളുടെ തലയിൽ വന്നത് വീണത്. സ്പോട്ടിൽ തന്നെ നല്ല ബ്ലഡ് ആയിരുന്നു, നല്ല മുറിവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ എത്തിച്ചായിരുന്നു. പക്ഷേ അവിടെ മുറിവ് കൂടുതലായതുകൊണ്ട് മെഡിക്കൽ ട്രസ്റ്റിലോട്ടും റിനെ മെഡിസിലോട്ടും മാറ്റിയുണ്ടായിരുന്നു. 4 കുട്ടികൾക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. രാവിലെ തൊട്ട് ഇത്രയും കുട്ടികളുണ്ടായിട്ട് മര്യാദക്കൊന്നും വെള്ളം പോലും അവർക്ക് കൊടുത്തില്ല. സംഘാടകർ ഇത് വേണ്ട രീതിയിൽ നോക്കിയിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഇത്രയും അപകടം ഉണ്ടായിട്ട് കൂടി ഇവിടെ ഉണ്ടായ ആൾക്കാർ, ഇവിടെ സംഘാടകരല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാരാണ് ആ കുട്ടികളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് സ്നേഹമോൾ നൈനാൻ ചേരുന്നുണ്ട്. സ്നേഹ, 4 കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ പരിക്ക് സാരമുള്ളതാണോ? എങ്ങനെയാണ് ഈ സീലിംഗ് തകർന്നു വീണത്? എന്താണ് സംഭവിച്ചത്? സന്ധ്യ, ഇന്ന് രാത്രി 8:45 ഈ സംഭവം. കൊച്ചി കടവന്ത്രയിലുള്ള ഗിരിനഗർ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു. ഈ ഒരു പ്രാദേശിക ചാനൽ കുട്ടികൾക്കായി ഒരു നൃത്ത പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഡാൻസ് ബാർ എന്നായിരുന്നു ആ പരിപാടിയുടെ പേര്. ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ 4 കുട്ടികൾക്കായിരുന്നു ഈ സീലിംഗ് തകർന്നു വീണ് പരിക്കേറ്റിരിക്കുന്നത്. സിമന്റ് കൊണ്ട് തയ്യാറാക്കിയ സീലിംഗ് ആയിരുന്നു തകർന്നു വീണത്. ആദ്യഘട്ടത്തിൽ മഴയും ശക്തമായ കാറ്റുമാണ് ഈ അപകടത്തിന് കാരണം എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നവർ പറയുന്നതനുസരിച്ച് വലിയ രീതിയിലുള്ള ശബ്ദം ഉണ്ടായിരുന്നു. ഈ ശബ്ദം ഉയർന്ന രീതിയിലായതുകൊണ്ട് തന്നെ ഈ സീലിങ്ങിന് അത് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് താഴെ വീണ് ഇത്തരത്തിൽ ഉണ്ടായത് എന്നാണ് പറയുന്നത്. 4 കുട്ടികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ ഒരു കുട്ടിക്ക് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ മൂർച്ചയുള്ള ഈ സീലിംഗ് കുട്ടിയുടെ തലയിൽ വന്ന് വീണ് നിറയെ രക്തം വാർന്നു പോയിരുന്നു എന്നും പറയുന്നു. ഇത് കണ്ടു നിന്നിരുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവ് തത്സമയം ബോധരഹിതയായി വീഴുകയായിരുന്നു. ഈ രക്ഷിതാവിനെ ഉൾപ്പെടെ 5 പേരെയാണ് നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇവരെ 2 ആശുപത്രികളിലായാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 3 കുട്ടികൾക്ക് നിസ്സാര പരിക്കാണ് ഏറ്റിരിക്കുന്നത്. ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. സന്ധ്യ, സ്നേഹ, നമുക്ക് കാണാൻ കഴിയും വലിയ ഉയരത്തിൽ നിന്നാണ് ആ സീലിംഗ് തകർന്നു വീണിരിക്കുന്നത്. ഇപ്പോൾ 4 കുട്ടികൾക്ക് പരിക്കേറ്റു. ഒരു കുട്ടിയുടെ അമ്മ ബോധരഹിതയായി എന്ന് പറയുന്നു. ഇപ്പോൾ സംഘാടകരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി ആരോപണം ഉയരുന്നുണ്ടല്ലോ, അല്ലേ? ഏകദേശം 2000 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടത്തിയതെന്നാണ് പറയുന്നത്. ഓൺലൈനായിരുന്നു ഈ പരിപാടിയുടെ രജിസ്ട്രേഷൻ. ഇവർ കുട്ടികളോട് പറഞ്ഞതനുസരിച്ച് ഈ പരിപാടിയിൽ വിജയിക്കുന്ന കുട്ടികളെ ഗ്രാൻഡ് ഫിനാലേക്ക് കടക്കും. അതിനുശേഷം ആകർഷകമായ സമ്മാനങ്ങൾ ഉണ്ടാകും എന്ന തരത്തിലായിരുന്നു ഈ കുട്ടികളെ ഈ പരിപാടി ഇവർ സംഘടിപ്പിച്ചിരുന്നത്. അതായത് ഇത് സിമന്റ് കൊണ്ട് തയ്യാറാക്കിയിരുന്ന ഒരു ബോർഡാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ അറ്റം വളരെയധികം കൂർത്തിരിക്കുകയാണ്. ഇത് ഇത്രയും ഉയരത്തിൽ നിന്നും തലയിൽ വീണാൽ ഉണ്ടാവുന്ന ഒരു പ്രത്യാഘാതം എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. വളരെ വലിയ ബോർഡുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതായിരുന്നു കുട്ടികളുടെ തലയിൽ വന്ന് വീണത്. ഈ 2000 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയിൽ കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാ കുട്ടികൾക്കും ലഭ്യമാകുന്ന തരത്തിൽ ഭക്ഷണമോ വെള്ളമോ കൊടുത്തിരുന്നില്ല എന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരുടെ മാതാപിതാക്കളടക്കം പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ഈ വലിയ രീതിയിലുള്ള ശബ്ദം ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു. ഈ ശബ്ദം മൂലം ഇതിന് ഈ ഓഡിറ്റോറിയത്തിന് അല്ലെങ്കിൽ ഈ സീലിങ്ങിന് ഈ ശബ്ദം ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് തകർന്നു വീഴാൻ കാരണം ആയത് എന്ന് തന്നെയാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ശക്തമായ മഴയും കാറ്റുമാണ് ഈ അപകടത്തിന് കാരണമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം ആവശ്യമാണ്. അതിനുശേഷം മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ ഈ അപകടത്തിന് പിന്നിൽ എന്ന കാര്യമൊക്കെ തന്നെയും വ്യക്തമാവുകയുള്ളൂ. സന്ധ്യ.